ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് തിരിച്ചു പോയ സ്ഥലത്തിന്റെയാണ്. അതേ സ്ഥലത്ത് തന്നെ ഇന്ന് റിസർവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 3 മണിക്കായിരുന്നു നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇന്നലെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു സാധനം എത്തിക്കിട്ടിയാൽ മാത്രം മതി. ആൻഡ് എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇത് പെരുന്നാക്ക് എടുത്തുള്ള ഡ്രസ്സാണ്. ഇത് ഇപ്പൊ എനിക്ക് കയറുന്നുള്ളൂ, അതുകൊണ്ട് അത് എന്നെ ഇന്നിട്ടു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇന്നലെ ഇട്ടിരുന്ന ആ ഡ്രസ്സായിരുന്നു. പക്ഷെ ഇന്നലെ ഇട്ടത് വീണ്ടും ഇട്ടിട്ട് വരാനുള്ള ഒരു മടി കാരണം ഇന്ന് പുതിയ ഡ്രസ്സ് ഇട്ടതേ ഉള്ളൂ. ബൈ ദ ബൈ, സൺഗ്ലാസ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആക്ച്വലി ഇത് നമ്മുടെ ജോർദാനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അതേ സാധനമാണ്. പക്ഷെ അതല്ല, അത് പോയല്ലോ, ഇത് പുതിയതാണ്. ഇന്നലെ നമ്മള് ഇവിടത്തെ പ്ലാൻ നടക്കാണ്ടായപ്പോഴത്തേക്കും നമ്മള് ഇന്നലെ ദുബായ് മാളിൽ പോയപ്പോഴത്തേക്കും പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. സെയിം സാധനം തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ്. പിന്നെ എനിക്ക് പക്ഷേ ഇതിന്റെ ചുറ്റും ഇങ്ങനെ കാണിച്ചിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ അത്യാവശ്യം ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഓടി നടന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിച്ചിടാൻ പറ്റുന്നില്ല. പക്ഷെ വലിയൊരു ലോഞ്ചാണ് ഇത്. ഹിൽട്ടൺ ഹോട്ടലാണ്. അപ്പൊ ഹോട്ടലിന്റെ ലോഞ്ച് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം വലുതാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സീ വ്യൂ ആണ്. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഇനി കഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള. വൈദുഭായി, ഞാനിന്ന് നേരത്തെ എണീറ്റു. ഇന്നത്തെ കാര്യം എന്തായാലും നടക്കണമല്ലോ. അപ്പം പതിവില്ലാണ്ട് ഞാനിന്ന് കണ്ടു ഗൈസ്, നേരം വെളുത്തതൊക്കെ. ഇനി എല്ലാം നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാം അല്ലേ? അതെ, കറക്റ്റിന് 3 മണിക്ക് എത്തി. അപ്പൊ എന്തായാലും ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞ ഒരു മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്യാം, അല്ലാണ്ട് എന്താക്കാൻ. ഫേമസ് ആക്കട്ടെ, നിങ്ങളെ ഫേമസ് ആക്കട്ടെ. ഞാൻ മാത്രം ഇങ്ങനെ ഫേമസ് ആയി പോയാൽ എങ്ങനെയാ? നിങ്ങൾക്കൊക്കെ ഒന്ന് ഇടയ്ക്ക് ഏറി കയറിക്കൂടെ? എന്നെ ജോർദാനിൽ പറഞ്ഞു വിട്ട് ഏറി കയറ്റിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്. ആ, കൊട്ടേഷൻ കൊടുക്കും ഞാൻ. ഒരു ദിവസം കയറ്റുന്നുണ്ട് എയറില്. ഇതിന്റെ കൂടെ 2 ഡ്രിങ്ക്സ് കിട്ടും. അപ്പൊ അതിന് മാച്ചാണ് ഓർഡർ ചെയ്തത്. എക്സ്ട്രാ നമുക്ക് ഒരാളൂടെ ഉണ്ട് അധികം പറ്റായിട്ട്. അപ്പൊ ഒരു ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് വേണ്ടിയിട്ടും മാച്ച് ഞാൻ എന്റെ കൂടെ വന്ന എന്റെ സെക്രട്ടറിയും പ്രസിഡന്റിനും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം വരുന്നുണ്ട്. യെസ്, എടുക്കൂ. ആണ്. 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഫൈനലി ഈ സാധനം എത്തിച്ചു ഗൈസ്, എത്തിച്ചു. ഇന്നലെ വന്ന് തീർത്തിട്ട് പോകേണ്ട സാധനമായിരുന്നു. ഒരു ദിവസം കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫൈനലി ഇത് ഇവിടെ ഉണ്ട്. ഇത് അവര് തുറന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരും. എനിക്കെന്താ അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഇതിൽ നെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇരിക്കട്ടെ, അവര് എന്തായാലും ഓപ്പൺ ചെയ്ത് തരട്ടെ. Turn to the left and then pull it out. Just do like this. Yes. So in the second drawer, you can find all the rice cakes that we have. Now this one. Yes. Pull it out. Savory item. Finish? No, more. More, right? Oh. And then last, there's another one. And this you need to pull it out. Just close it. Enjoy. If you need anything, just press it. Sure. I will just keep it here, okay? Or you will need it? Yes, here. You need it? Cookies. One more. So I am starting with hot chocolate. ഇതിനേക്കാളും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ഒത്തിരി കുടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം എനിക്കിത് ഒരിക്കലും ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോർമലും ഇല്ല, അതിൻ്റെ താഴെ. കാരണം ഞാൻ ഭയങ്കര ഹോട്ട് ചോക്ലേറ്റ് പ്രാന്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഹോട്ട് ചോക്ലേറ്റിന്റെ കാര്യത്തിൽ കുടിക്കട്ടെ. ഞാൻ ആകെ പ്രതീക്ഷ ഇനിയിപ്പോൾ ഇതിലാണ്. എൻ്റെ മാച്ച എങ്ങനെ ഷുഗർ ഇട്ടൂല്ലേ?
ഷുഗർ ഇട്ടില്ലേ? കുഴപ്പമില്ല, നമുക്കിനി മെയിൻ ഐറ്റംസ് ഒക്കെ നോക്കാം. മാച്ച അത്ര എനിക്ക് പറ്റില്ല, അങ്ങനെ കുറിച്ചോ ഇങ്ങനെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേട്ടോ. ഇതിന്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ എല്ലാത്തിന്റെ മണ്ടിൽ ഓരോ ഫ്ലേവർ ഉണ്ട്. ഈ ഫ്ലേവർ ഇന്നലെ ഞാൻ മാറ്റി വെച്ചു, ഇന്ന് ഞാൻ മാറ്റി വെക്കുന്നില്ല. സൂഷി കഴിക്കില്ല, സൂഷി കഴിക്കുന്ന പോലത്തെ സെയിം ടേസ്റ്റ്. നിന്നെ കൊണ്ടൊരു ദിവസം സൂഷി കഴിക്കാൻ കൊണ്ടുപോകണം. ഇതൊക്കെ എന്തിന്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കഴിക്കുമ്പോ എനിക്ക് സൂഷി പോലെയാ തോന്നുന്നേ. മൈ ഗോഡ്, അടിപൊളി. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ ഇതൊക്കെ ഉള്ളൂ, ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കഴിച്ചോ? അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇത് പ്രോൺസ് ആണ്, ഒരു മസാല ഇല്ല. അതിന്റെ മുകളില് കാവിയർ ആണ്, മീനിന്റെ മുട്ടയാണ്. ഇത് ഇടയ്ക്കൊക്കെ കഴിക്കലുണ്ട് ഞാന്, സുഷി കഴിക്കുമ്പോ. അല്ലാതെ ലാസ്റ്റ് ടൈം ബുർജ് ഖലീഫ പോയപ്പോഴും കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയില്ല. കുരു ടേസ്റ്റ് ഇല്ല കാവിയറിന്. ഇതൊക്കെ കഴിച്ചു. ഇതിന്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞൂടല്ലോ, എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത്. ഇതിന്റെ മണ്ടിൽ ഒരു ഫ്ലേവർ ഉണ്ട്. ഞാനിങ്ങനെ ഫ്ലേവർ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, അതെന്നെ കഴിയാൻ പോന്നെ. ഇതൊക്കെ എന്റെ ഡ്രസ്സിന് മാച്ചായിട്ട് ഒരു ഐറ്റം ഞാൻ കണ്ടെത്തി. പ്ലസ് ദിസ്. പക്ഷെ ഡ്രിങ്ക്സ് രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമായില്ല, ഇതും ഇഷ്ടമായില്ല. എല്ലാം ഒന്നിനൊന്നും മിച്ചം. ഈ റോ കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് റോ. ഇത് സ്വീറ്റ്സ് ആണല്ലോ. വെയിറ്റ്, കുക്കീസ് ഇപ്പൊ എടുക്കണ്ടാലോ. അടുത്ത ഡ്രോവറിൽ നമ്മള് പുറത്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതെനിക്ക് കണ്ടിട്ട് നോക്കി, ക്യാരറ്റ്. ബാക്കിയുള്ള എല്ലാം സ്വീറ്റ് ആണ്. ഇത് 2 എണ്ണം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരെണ്ണം കഴിക്കുക, അത് കൊള്ളാന്ന് പറയണ്ട. അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാത്തിന്റെ മണ്ടയ്ക്ക് ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട കഴിക്കാൻ തോന്നുന്നു ഫ്ലേവർ. അവസാനം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ ചോദിക്കും, ആ ഫ്ലേവർ നിങ്ങൾ കഴിച്ചു, അതൊക്കെ മാറ്റി വെക്കണ്ടല്ലേന്ന്. മൈ ഗോഡ്, മെൽറ്റായി. അത് വിപ്പിംഗ് ക്രീം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉള്ളില എൻ്റെ ഒരു സാധനം ഉണ്ട്, ഒരു ബെറീൻ്റെ എന്തൊരു ഐറ്റം ഉണ്ട്. യം. എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഐറ്റം ഇതാണ് ഗൈസ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫാൻസി കഫേ എന്ന്. ഫാൻസി കഫേ അല്ല, ഫാൻസി ഐറ്റംസ് ആണ്. പിന്നെ ഇന്നലെ ഫാൻസി കഫേ എന്ന് പറഞ്ഞു. ഇതിലെന്താ ഫാൻസി ഉള്ളത്? ഫാൻസി കഫേ അല്ല, ഐറ്റം ഫാൻസി ആണ്. ഇത് ഊരി വെക്കാൻ തോന്നുന്നില്ല, ആരുടെ കയ്യിൽ കൊടുക്കാൻ തോന്നുന്നില്ല. ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിനകത്തൊരു വെപ്രാളം. അങ്ങനെയല്ല അങ്ങനെയല്ല, ആര് കൊണ്ടുപോകുന്നുള്ള വെപ്രാളമല്ല, ഇതിനൊരു നിമിഷം വിട്ടു പിരിയാനുള്ള ഒരു മടി. ആര് വിട്ടു പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത് വിട്ടുകൊടുക്കൂല ഗൈസ്. ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് സാധനം പോയി, അതുപോലത്തെ സാധനം. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നേടിയെടുക്കണം, അതാണ് പവർ. ഇത് ഞാൻ ഇനി ജോർദാൻ വരെ പോവേണ്ടി വരും ഇത് എനിക്ക് അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ വീണ്ടും നമ്മളെ എനർജി, നമ്മളെ പൈസ എല്ലാം വീണ്ടും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടേ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യരുത്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 2 മാസം സമയം എടുത്തു. ആ 2 മാസത്തിനുള്ളിൽ ഞാൻ 1 പോയി 2 നഷ്ടപ്പെട്ട് 2 ഞാൻ തിരിച്ചു പിടിച്ചു. അതാണ് ഞാൻ. എനിക്കെന്നെ മാറി 2 സല്യൂട്ട് അടിക്കട്ടെ. ചില സമയങ്ങളിൽ എനിക്ക് എന്റെ ഓരോ കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും എനിക്കൊരു കണ്ണടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്നെ നോക്കി ഒരു 3 വട്ടം സല്യൂട്ട് അടിക്കാൻ തോന്നാറുണ്ട് ഗൈസ്. ഞാൻ ഭയങ്കര സൂപ്പറാണ്. എനിക്ക് എന്നെ അറിഞ്ഞൂടെ എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ആരെ പോലെയാ, എന്റെ വീട്ടിലാരും ഇങ്ങനെയല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതെന്നെ ഓർത്തോർത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കും. എനിക്ക് എന്താന്ന് പറയാം, എനിക്ക് പഠിച്ചവന് കുറെ മറവി തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ മുതലെടുക്കും. മറവി തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഓർക്കാറ് പോലും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര വാശിയും തന്നിട്ടുണ്ട്. ആ വാശിയാണ് അതുപോലത്തെ ഒരു സാധനം എന്റെ തലയിലിരിക്കുന്നത്. ഇനി നമുക്ക് കഴിക്കാം. ഇനി വാചക കസരത്ത് നിർത്തിയിട്ട് കഴിക്കാം. ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ.
മൈ ഗോഡ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു ഫ്ലേവറിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. കാരണം ഇത് കോക്കനട്ട് ഒരു ടേസ്റ്റ് വരുന്നുണ്ടാ. പല്ല് തൊടുന്നതിന് മുമ്പ് പൊട്ടി വായിക്കാത്ത തോന്നുന്നു. പകുതി ഓന് വെച്ചിരിക്കണേ, ഈ പുള്ളി കഴിക്കരുത്, ഓനക്ക് പകുതി കൊടുക്കുക. ഞാൻ വരുന്നുണ്ട്, പെട്ടെന്ന് ഓടി വാ, ഇപ്പൊ അലിഞ്ഞു പോകും. എനിക്ക് മാത്രം എന്താ എല്ലാത്തിനും ഓവർ എക്സ്പ്രഷൻ? നിങ്ങൾക്ക് രണ്ടർക്കും ഓക്കെ, ഒരാളുടെ എക്സ്പ്രഷൻ ഞാൻ എടുത്തിട്ടുണ്ട്, അടുത്ത ആൾക്കുള്ള എക്സ്പ്രഷൻ ഒരാൾക്ക് മാത്രം. ഇതൊക്കെ തൊടാൻ പറ്റുന്നില്ലടേ. സത്യം പറയാലോ, ഈ സാധനം കണ്ടോ, ബി ഇരിപ്പുണ്ട. ഇത് തൊഴാൻ കൈ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ സത്യം പറയുന്നത് നിങ്ങളുണ്ടല്ലോ, വന്ന് കഴിക്കേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. ഞാൻ കഴിച്ചതിൽ അല്ല, കുടിച്ചതിൽ മാത്രം എനിക്ക് പരാതിയുണ്ട്. പോക്കാണ്, പോരാ, ഒരു പൈസക്ക് കൊള്ളത്തില്ല. പക്ഷെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഒന്നിനൊന്നും മിച്ചം. ഇതിന്റെ മണ്ട ഇരിക്കുന്ന പൂക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓനെടുത്ത് കഴിച്ചേക്കിട്ട് പറയല്ലേ, ഇത് ആക്ച്വലി തിന്നാനുള്ളതാണോ, നിന്റെ തലയിൽ വെക്കേണ്ടതാണോ എന്ന്. തിന്നാനുള്ള അടിപൊളി തന്നെ ആയിരിക്കും, അഫ്കോഴ്സ് അടിപൊളി ആയിരിക്കും. അല്ലെങ്കിൽ ഫുഡിന്റെ മണ്ടയ്ക്ക് ഇതൊന്നും വെക്കത്തില്ലല്ലോ. നമ്മൾ അടുത്ത് എന്താ എടുക്കാൻ പോകുന്നത്? ഇനി എത്ര കഴിക്കാനുണ്ട്? ഷടപടിയാവട്ടെ. ഇതിലും പൂവുണ്ടേ, കണ്ടോ. അവന് ഭയങ്കര ചമ്മല. ഞാൻ അവന്റെ ചമ്മല് മാറ്റാൻ ഈ പൂ ഞാനങ്ങ് കഴിക്കുക. ചമ്മലുണ്ടോ? നമുക്ക് എവിടെന്ന് ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ള പൂക്ക് കിട്ടുന്നേ? എവിടെന്നാ ഇത് കിട്ടുന്നേ? സത്യം പറഞ്ഞു ഉണ്ടല്ലോ, 2 പേർക്കുള്ള ഐറ്റംസ് ആണ്. എല്ലാം 2 വീതമുണ്ട്. പക്ഷെ ഞങ്ങൾ 3 ആൾക്കാരും ഉണ്ട്. ഞാൻ മാത്രം ഒരെണ്ണം ഫുള്ള് കഴിക്കുന്നുണ്ട്. കാരണം ടേസ്റ്റ് കാരണം എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പോലെ കട്ട് ചെയ്ത് കഴിക്കുന്നു. 2 അടിച്ച ഫീല്. അപ്പൊ നീ മുന്നേ അടിച്ചിട്ടുണ്ടോന്ന്? ലൈറ്റ് ആയിട്ട് ഉള്ള മധുരമൊക്കെ അടിച്ച് കയറുന്നുണ്ടേ ഒരു കിക്ക്. ഇതെടുക്കണോ അതോ ഇതെടുക്കണോ? ദിസ് വൺ. ഇതിലും പൂവുണ്ട്. ഭയങ്കര മധുരം. ഇത്ര നേരം കഴിച്ചതിനേക്കാളും ഭയങ്കര മധുരം. മാക്രോനുണ്ട്. അമ്മച്ചി, അടുത്ത റൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ കഴിക്കാനുള്ള തെമ്പില്ല, ആർക്കുമില്ല. ഫുള്ള് ഷുഗർ, മടുത്ത്. ഇത് 2 പേർക്ക് കഴിക്കേണ്ട ഐറ്റം ആണ്. ബട്ട് ഞങ്ങൾ 3 ആൾക്കാരുണ്ടായിട്ടും ഇതുവരെയും പകുതി പോലും ആയിട്ടില്ല. ഇതൊക്കെ പാർസലാക്കി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്റെ അള്ളാ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ 2-3 പേരും കൂടി വിളിക്കായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്, നല്ല ലുക്കുണ്ട്. അടുത്ത് ഇതും കൂടെ കഴിക്കാനുള്ള മാനസിക നില തെറ്റിക്കിടക്കുവാണ് ഗൈസ്. ഇത് കുക്കീസ് ആണ്, ഇതെല്ലാം കുക്കീസ് ആണ്. അതിന്റെ കൂട്ടത്തില് ഫഡ്ജ് ഉണ്ട്. അതെ, ഇത് ഫഡ്ജ് ആണ്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര ലുക്കാ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കാണാൻ. അപ്പൊ ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ചും 2 ഉള്ളതിൽ 1 ഞാനാ കഴിക്കുന്നത്. പക്ഷെ ഇവര് 2 പേരും ഒരെണ്ണത്തിനെ 2 ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ഇവർക്ക് എന്റെ അത്ര മത്ത് വരാൻ ചാൻസ് ഇല്ല. എനിക്ക് കറങ്ങുന്നു കണ്ണൊക്കെ കൂടെ. ഐ മീൻ കണ്ണല്ല കറങ്ങുന്നത്, എന്റെ ചുറ്റുമുള്ളത് കറങ്ങുന്നുണ്ട്. പണ്ടാറത്തിന് എന്ത് ടേസ്റ്റാണ് അല്ലേ? കഴിക്കാണ്ടിരിക്കാൻ ഒരു കാരണം വേണ്ടേ? ഇല്ലെന്ന് ടേസ്റ്റും കാണിക്കാൻ പാടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇവിടെ ഈ കലാവിരുദ്ധ ഇരിക്കുമ്പം എന്റെ വീഡിയോ വീഡിയോ അല്ല, ന്യൂസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ വരയ്ക്കും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ട്രോമയാണ്. ഇപ്പൊ എനിക്കിത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു വികാരം തോന്നുന്നില്ല. കാരണം ഞാൻ അതിന്ന് പുറത്ത് വന്നു. പക്ഷെ ഇതിൽ മോശമായിട്ടൊന്നല്ല, നല്ല രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നല്ല രീതിയിലായാലും ചീത്ത രീതിയിലായാലും ഇത് ഫേസ് ചെയ്യാനും ഇത് മറികടന്നു വരാനും ഞാൻ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല. വായിച്ചു നോക്കണ്ട, നല്ലത് തന്നെ എഴുതിയിരിക്കുന്നത്. ലൈക്ക് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ന്യൂസ് കൊള്ളാന്നും പറഞ്ഞിട്ടിരിക്കുന്നു ഇവിടെ കമന്റ് നമ്മൾ നോക്കണ്ട. പല തരത്തിലുള്ള ആൾക്കാരുടെ വൃത്തികെട്ട ചിന്താഗതികളും ഉണ്ടാവും, ചിലപ്പോൾ നല്ല തോട്ട്സും ഉണ്ടാവും. നമ്മൾ ആ രീതിക്ക് എടുത്താൽ മതി. കമന്റ് ബോക്സ് നമ്മൾ എപ്പോഴും അങ്ങനെ കണ്ടാൽ മതി. ഞാൻ അങ്ങനെയാ കാണുന്നത്. കാരണം കമന്റ് ബോക്സിലുള്ളത് പോലെ അല്ല നമ്മൾ എന്താ നമുക്ക് സ്വന്തമായിട്ട് ബോധ്യമുള്ളിടത്തോളം ഈ കമന്റ് ബോക്സിൽ നമ്മൾ ഭയക്കണ്ട. അങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാല് എന്റെ ആ ഒരു വ്ളോഗിന്റെ അടിയിലുള്ള കമന്റ് ഒക്കെ വായിച്ചിട്ട് ഞാൻ എന്നോ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. ഒരു വട്ടമല്ല, ഒരു
1,000 വട്ടം ആത്മഹത്യന്റെ സമയം കഴിഞ്ഞു. ചില ആൾക്കാർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ കമന്റ് ബോക്സ് വെച്ചിട്ടാ. ഒരു സ്ത്രീ എനിക്ക് വന്നിട്ട് മെസ്സേജ് ഇട്ടതാ. സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ വന്ന് എനിക്ക് മെസ്സേജ് ഇട്ടതാ, നീ എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയാൻ മെടി. ആ തള്ള ആരാന്നില്ല എനിക്കറിയാം. ഏകദേശം ഒരു 1 year ആയിട്ടോ. ഇപ്പോഴാണ് ഞാൻ പിന്നും കുറച്ചുകൂടെ അറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് എന്നെ ഒരു പട്ടിക്കും പൂച്ചയ്ക്ക് അറിഞ്ഞൂടാ. അന്നേരം തന്നെ ആ തള്ളവന്ന് എനിക്ക് അങ്ങനത്തെ കമന്റ് ഇടണമെങ്കിൽ ഇന്ന് എന്തൊക്കെ തരം കമന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതൊക്കെ നോക്കിയിരുന്ന അതിനെ സമയങ്ങൾ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു. ദ ബ്രേക്ക്. നീ വയ്യ വരണ്ടേനു. മൈ ഗോഡ്, ഇതെന്തോ ചെറിയൊരു കയ്പുണ്ടേ, ചെറിയ കയ്പ്. ചുറൂസ് ഇല്ലേ, ചുറൂസ് പോലെ അകത്ത് ചീസാ. കഫേയുടെ പേര് സോഷ്യൽ ബി. യെസ്, 2 ലോലിപോപ്പ് ഉണ്ട്. പിന്നെ 3 ഐറ്റംസ് പാഴ്സലാക്കുവാണ്. ഇന്നലെ ഇവിടെ എത്തിയ അതേ സമയം ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറ് ഫുള്ളായോന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ആയതായിട്ട് തോന്നുന്നില്ല. എന്റെ കണ്ണ് കണ്ടോ, ഞാൻ പകുതി ഉറക്കത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിരിച്ചു തന്നാൽ ഞാൻ അവിടെ കിടന്നുറങ്ങും എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്ന കാരണം രാത്രി ഒരു മൂവി പ്ലാൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ രാത്രിത്തെ പടം കാണാൻ പറ്റത്തില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവര് ബാക്കി വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് പാഴ്സലാക്കി തരുമായിരുന്നു. ഇത് മുന്നേ അറിയായിരുന്നെങ്കിൽ അത്രയും എടുത്ത് ആദ്യപ്പോഴേ കഴിക്കത്തില്ലായിരുന്നു. വേണോ വേണ്ടെന്ന് പറഞ്ഞാ കഴിച്ചത്. ഇത് നമ്മൾ 3 ആൾക്കാരുണ്ടായിരുന്നേ. 3 പേരും തലങ്ങും വിലങ്ങും കഴിച്ചിട്ട് ആ സാധനം തീർന്നിട്ടില്ല. ബാക്കി വന്നത് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാ, നമുക്കിത് ടേക്ക് അവേ എടുക്കാൻ പറ്റുമോ വെച്ചപ്പോ അവർ പറഞ്ഞു ഞാൻ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് അത് കഴിക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് അവിടെ ഇട്ടിട്ട് പോരാൻ വേണ്ടി തോന്നിയില്ല, അങ്ങനെ എടുത്തു. ശരീരമൊക്കെ ഭയങ്കരമായിട്ട് തളരുന്ന പോലെ, അത്രയും മധുരമാണ്. കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയാ അതിനകത്തുണ്ടെന്ന്. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് ബിരിയാണിയൊക്കെ നല്ല മാക്കനാടിക്കത്തില്ലേ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ഉറങ്ങത്തില്ല. ആ ഒരു ഫീലിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നല്ല ക്ഷീണം ഗൈസ്, എന്നാലും നല്ല ഒരു അനുഭവം തന്നെയാണ്. കാരണം ഇത് ഞാനായിട്ട് വാശി പിടിച്ച് എനിക്ക് കഴിക്കണമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ എനിക്ക് തന്നെ വിഷമമുണ്ട് അത് പറയുന്നതിലും. ഞാൻ എല്ലാത്തിനും ഓരോന്നും കഴിച്ചു. എന്റെ കൂടെ ഉണ്ടായ 2 ആൾക്കാരും ആ ഒരെണ്ണത്തിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് വലിയ ക്ഷീണം കാണത്തില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഭയങ്കര എന്റെ ശരീരമൊക്കെ ഇങ്ങനെ തളരുന്നു, എനിക്ക് എനർജി കുറഞ്ഞു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫുൾ ഐറ്റംസ് ഉണ്ടല്ലോ, അത് 2 പേർക്കുള്ളതാണ്. 350 dirhams ആണ് വരുന്നത്. പിന്നെ അഡീഷണൽ ഡ്രിങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 370-80 എങ്ങാണ്ട് ആയിട്ടുണ്ട്. അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. 3 മണിക്ക് എത്തിയത് 5:15 കഴിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ. ഇനി വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. പുതിയ വെറൈറ്റി എന്തെങ്കിലും പിടിച്ചുകൊണ്ട് ഞാൻ വരാം. ഞാൻ വെറൈറ്റിയും കൊണ്ടേ വരുള്ളൂ എന്ന് നിർബന്ധത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ എന്നെ പോലെ കഴിച്ച് മത്ത് പിടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ശരി ഗൈസ്, ബൈ ബൈ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെയും സലാമ.